ഉഷേ ഇല്ല, ഉഷയ്ക്ക് വല്ലണ്ട തോന്നിയോ? ഞാൻ പെടുന്ന പാട് എനിക്കല്ലേ അറിയൂ. ശർക്കര വരട്ടി ഞാൻ ഉണ്ടാക്കിയതാണെന്ന് എന്തിനാ നുണ പറഞ്ഞത്? അല്ല, അത് അമ്മ എപ്പോഴും എന്തെങ്കിലും ചവയ്ക്കുന്ന സ്വഭാവക്കാരി ആയതുകൊണ്ട് എന്തെങ്കിലും ചവയ്ക്കാനുള്ള ഇട്ട് കൊടുത്താൽ പിടിക്കാൻ പറ്റും. അത് ഉഷ ഉണ്ടാക്കാരെന്ന് പറയുമ്പോ അമ്മയ്ക്കൊരു ഇഷ്ടക്കൂടുതൽ ഉണ്ടാവില്ലോ. വെറുതെ അവരൊന്നും പറഞ്ഞു പഠിപ്പിക്കണ്ട കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ചായ ഇവിടെ ഉണ്ടാക്കാൻ അറിയില്ല. നീ എപ്പോഴാ ഇതൊക്കെ പഠിക്കാ? സാരമില്ല, പഠിക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊരു എക്സ്പെർട്ട് കുക്കാണേ. തിരുമരുത്, വെട്ടിക്കിടന്നാ മതി. ഞാൻ ഇവിടെ തുറക്ക്. തിരുമാതെ തുറക്ക്, പതുക്കെ നോക്കട്ടെ. എടുത്തരാം, ഇപ്പൊ എടുത്തരാം. ഒന്നുകൂടാ. തുറക്ക് തുറക്കെ. ഫസ്റ്റ് പാർട്ടി തുടങ്ങിയോ? അതുകൊള്ള ദൈവമേ, അമ്മയുടെ കണ്ണു വെട്ടിച്ച് പുറത്തു കിടക്കാൻ പറ്റ പാടേ. ഗിരച്ചി, ഒരു ഗ്ലാസ്, പിന്നെ കുറച്ച് അച്ചാറോ മുളകോ കുറിക്കാൻ എന്തെങ്കിലും. അതായത് ബാറും ഹോട്ടലൊന്നും അല്ല, വീടാണ്. ഇവിടെ പെണ്ണുങ്ങളുണ്ട്, എന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. വേണ്ട വേണ്ട, വിസ്തരിക്കൊന്നും വേണ്ട. ഓരോ ഓമാരി കയറി വന്നോളും. ലോഹ്യവും പറഞ്ഞു കണ്ടില്ല എന്നടിക്കുമ്പോ തോളെ കയറിയുന്ന ചെവി തന്നെയാ. മേലായി പണി കയറി പോയത് പറഞ്ഞില്ല. വന്ന് ഒറ്റയ്ക്കിരുന്ന് കുടി തുടങ്ങിയോ? പിന്നെങ്ങനെ മനുഷ്യനെ കണ്ടാ തിരിച്ചറിയാ? ബോധം ഉണ്ടാവണ്ടേ? മതി കുടിച്ചത്, ഇനിയിപ്പോ കുടിക്കണ്ടെന്നേ. വേണ്ട. ഞാൻ പോവാണ്, നിങ്ങൾ വീടായി പോയി. ഓ, അല്ലെങ്കിൽ നീ എന്നെ കൊലത്ത് പോരാറങ്ങി. പക്ഷേ പോട്ടെ, നീ ഇതൊന്നും കാര്യമാക്കണ്ട. ചേട്ടൻ നിന്ന് കലിയാളെ ദിവസമാണ്. നീ വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. വേണ്ട, വിശക്കുന്നില്ല.
ചേച്ചി കഴിച്ചോ? ഞാൻ വന്നതുകൊണ്ട് ചേച്ചിക്കും സങ്കടത്തിന് കാരണമായി. നീ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചേട്ടന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ? എന്റെ തലയിലെടുത്ത് ഞാൻ അനുഭവിച്ച് തന്നെ തീർക്കണം. നീയേ ഉള്ള എനിക്കൊരാശ്വാസം. ആരാ? ഉഷയോ? വരിക വരിക. അമ്മ ഉറങ്ങാതിരിക്കുന്നു വിചാരിച്ചു. പകൽ ഉറങ്ങണ ശീലം എനിക്കില്ല. ഒന്നും ചെയ്യാനില്ലാണ്ട് വെറുതെ പിത്തം പിടിച്ചിരിക്കുമ്പോഴാ ഉറക്കം വരിക. വായിക്കാനും കുറിക്കാനും ഉള്ളിടത്തോളൂ ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളൂ. ഉഷ ഇവിടേക്കായിട്ട് ഇറങ്ങിയതാ? അല്ല, ഇതിലൊരിടം വരെ പോകാനുണ്ടായിരുന്നു. വന്നിടത്തോളം കൊണ്ടൊരു സഹായം ചെയ്യും. ആ മൊന്തയിലെ വെള്ളം ഒന്ന് ഇങ്ങെടുത്ത്. ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ആ ചെറുക്കം പോയിട്ട് നാഴി എത്രയായി? എന്നാ ഞാൻ പോട്ടെ. എന്താ ഇത്ര ധൃതി? ചേച്ചി ഒറ്റയ്ക്ക. എന്നാ ഇന്നലെ രാമൻകുട്ടിക്ക് വല്ലാണ്ട് വിഷമമായിട്ടുണ്ടാവും. ഉഷയും ഞാനും അതോർത്ത് ഒരുപാട് കരഞ്ഞു. അത് പോട്ടെ ഗീതച്ചി, സാരമില്ല. എന്നെ തല്ലിയതിലോ അത് രാമൻകുട്ടി കണ്ടതിലോ എനിക്ക് വിഷമമില്ല. ചേട്ടന്റെ സ്വഭാവം കുറെയൊക്കെ രാമൻകുട്ടിക്കും അറിയാലോ. പക്ഷേ ഉഷയുടെ കാര്യം ഓർക്കുമ്പോഴാ കൂനൂരിൽ ആകെ തകർന്ന് ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് അവൾ എന്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. എന്നിട്ട് ഇവിടെ അവളാണെങ്കിൽ ഒരു ശുദ്ധ പാവം രാമൻകുട്ടി. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൊള്ളാവുന്ന ഒരാളിന്റെ അടുത്ത് അവളെ ഏൽപ്പിച്ചാലേ എന്റെ മനസ്സിനൊരു സമാധാനാവൂ. മനസ്സിലുള്ള വിഷമം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ കുറച്ചൊരാശ്വാസം കിട്ടുമല്ലോ എന്ന് ഓർത്താ രാമൻകുട്ടിയോട് ഇതൊക്കെ പറയുന്നത്. ദേ, ചേട്ടനോടുള്ള ഗൗരവം ഉഷയോടും ചേച്ചിയോടും തോന്നരുത് കേട്ടോ. ഒരിക്കലുമില്ല. ഉഷേ, ഞാനിപ്പോ വീട്ടിൽ പോയിരുന്നു. ഉഷ ഇന്നലെ വല്ലാതെ വിഷമിച്ചു എന്ന് ഗീതിച്ച് പറഞ്ഞു. വാസുവേട്ടൻ ദേവതരത്തൊരു മൃഗമാണ്. പകരം പറയാനോ കാണിക്കാനോ എനിക്കറിയാഞ്ഞിട്ടല്ല. ഉഷയെ ഓർത്ത്, ഗീതച്ചി കൂടെ ഓർത്ത് ഞാൻ അപ്പൊ ക്ഷമിച്ചതാ. അതുപോട്ടെ, സാരില്ല. അതോ ഉഷ ക്ഷമിക്കണ്ട. രാമേട്ടൻ അറിഞ്ഞൂടാ, ചിലര് ജനിക്കുന്നതേ കരയാനായിട്ടാ. എന്റെ കണ്ണീര് തുടച്ചാലും തീരില്ല. എന്നും വേദനിക്കാനാ എനിക്ക് വിധി. ഗീതച്ചി പറഞ്ഞെനിക്കറിയാം ആകെ തകർന്ന ഉഷയുടെ വന്നതെന്ന്. എവിടെയെങ്കിലും സമാധാനം കിട്ടുമെന്ന് കരുതി ഞാൻ എവിടെ പോയാലും. അത്രയ്ക്കൊന്നും സങ്കടപ്പെടാനില്ല. കുറെയൊക്കെ ഉഷയുടെ തോന്നല. തോന്നലല്ല രാമോട്ട, അനുഭവമാണ്. ഞാൻ എന്റെ ജീവിതം ഇങ്ങനായിപ്പോയി. എന്നെ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല, ആർക്കും പറ്റുമില്ല. പറ്റുമെങ്കിലോ? ഉഷയ്ക്ക് ഞാനുണ്ട്. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ കലങ്ങി കാണരുത്.
എത്രയോ നാളായി ഇത് മനസ്സിൽ കൊണ്ടു നടക്കുന്നു, പറയാൻ കഴിയാണ്ടേ.